ഹൈ ഗായ്സ്, ഞാൻ അപ്പിലോ. തൂറ്റലിനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ 2000 വാക്ക് പറയും. എന്റെ പൊന്നോ, ശരിക്കും അനുഭവിച്ചു. റിച്ച് ആയിട്ട് പറയുകയാണെങ്കിൽ ലൂസ് മോഷനും, ഇനിയിപ്പോ ഇംഗ്ലീഷ് അറിയാത്തവനാണെങ്കിൽ വയറിളക്കം, തൂറ്റല് എന്നൊക്കെ പറയും. ഞാനും എല്ലാരും പോലെ തന്നെ വയറിളക്കം പറഞ്ഞതും ആദ്യം ചിരിക്കും. വന്നപ്പോഴെല്ലാം അറിഞ്ഞത് ചിരിക്കാനും കൂടി ടൈമില്ലേ. 2 ദിവസം മുന്നേ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ആദ്യമായിട്ട് ദീർഘയാത്ര ബൈക്കിലിരുന്ന് പോയതാണ്. അപ്പൊ തന്നെ ചന്തി ഏകദേശം വർക്ക്ഷോപ്പിൽ കയറ്റാനുള്ള പരുവത്തിലായി. അതും പോരാഞ്ഞിട്ട് വരുന്ന വഴി ഹോട്ടലിൽ കയറി നല്ല ഗംഭീര സീ ഫുഡ് അടിച്ചു കയറ്റി. പിന്നെ തോട്ടങ്ങി മോനെ ഭാരതി ഇന്ത്യന് നായരാന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് മുതൽ പാലക്കാട് വരെയുള്ള ഒട്ടുമിക്ക പമ്പുകളൊക്കെ കേറി ഇറങ്ങി. എണ്ണടിക്കാനല്ലേ പമ്പിലെ കക്കൂസൊക്കെ വൃത്തിയുണ്ടോ നോക്കാൻ. അങ്ങനെ പമ്പുകളൊക്കെ കേറി ഇറങ്ങി അവസാനം ഹോസ്പിറ്റലിൽ കയറേണ്ടി വന്നു. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു തരം ഉൾവിളിയാണ്. യാതൊരു സിഗ്നലും മറ്റു കാര്യങ്ങളും ഒന്നും തരൂല. പെട്ടെന്ന് അങ്ങോട്ട് വരിക, അതിലും പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതാണ് മൂപ്പര് മെയിൻ ഉദ്ദേശം. അതിനൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആണ് അടിപൊളി. അത്യാവശ്യം നല്ല രീതിക്ക് സിഗ്നലൊക്കെ തരും. എന്നിട്ടും അറിഞ്ഞില്ലെങ്കിൽ രോമത്തിനൊരു പൊന്തിക്കലുണ്ട്. അതിൽ വീഴാത്തൊരു കൊലകൊമ്പനും ഇല്ലാന്ന് എന്റെ ഒരു നിഗമനം. പക്ഷെ വയറിളൊക്കെ നമ്മൾ അങ്ങോട്ട് ക്ഷീണിപ്പിച്ച് കളയും. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് എന്റെ ഇരുത്തം കണ്ട് ഡോക്ടർ ഗ്ലൂക്കോസ് കയറ്റാൻ പറഞ്ഞു. ഇനി പറയാൻ പോണത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പൊ വയറിളക്കം പിടിച്ചിട്ട് ഇരിക്കുന്നവർക്ക് അയച്ചു കൊടുത്തിട്ട് പറയണം, ഇരുത്തങ്ങളൊക്കെ മാക്സിമം ചന്തി 18 ഇരിക്കുക. നല്ല വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ തൈര് കഴിക്കുക, പിന്നെ ചായ, കാപ്പി, കോഫി അതൊക്കെ നിർത്തുക. എനിക്ക് അസുഖം ചെറുതിൽ വന്നതായിട്ടേ ഓർമ്മയുള്ളൂ. പിന്നെ വന്നത് ഇപ്പോഴാണ്. ശരിക്കും അനുഭവിച്ചു. കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നുമ്പോ ഈ ഉൾവിളിയെ കുറിച്ച് ആലോചിക്കാൻ മറക്കരുത്. ഇത് വരാനിരിക്കുന്നവർക്കും വന്നവർക്കും ഇപ്പൊ ഉള്ളവർക്കും എല്ലാവിധ ആശംസകളും. അതിനോടൊപ്പം തന്നെ ബി കെയർഫുൾ. അപ്പൊ സലാം.